ഹലോ ഗൈസ്, എല്ലാവർക്കും വാട്സോ മൊബൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. വീഡിയോസ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഗെയിമിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊരു പുതിയ ഇവൻറ്റ് വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 120 FOVൻ്റെ ഓപ്ഷനും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ലാത്തൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സംഭവം അവർ അപ്ഡേറ്റ് ചെയ്ത് ഇൻ ഗെയിമിൽ തന്നെ ഇത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഹൈ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു മോഡ് വന്നിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് എന്ന് പറയുന്ന മോഡ് കളിക്കാൻ വേണ്ടി നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് ഗെയ്സ്. എന്തുവാണ് സംഭവം, ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ഇവൻ്റൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഗോൾഡൻ പ്ലണ്ടർ മാറ്റി പ്ലണ്ടറായിട്ട് തന്നെ ഒരു ഇത് വന്നു. ഷിപ്മെൻറ്റ് നമുക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ഷിപ്മെൻറ്റ് മാത്രമായിട്ടുള്ള 25/7. പിന്നെ ഒരു റീബർത്തിൻ്റെ മൊബൈൽ റോയൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രാവശ്യം ചത്തു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രാവശ്യം കൂടി നമുക്ക് റീബർത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഒരു പ്രത്യേക ജയിലിലോട്ട് കൊണ്ട് അവിടെ വിൻ ചെയ്താലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ 120 FOV ഗൈസ്. 120 FOV എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തോട്ട് കളിക്കുന്നതാണ്. പക്ഷേ എപ്പോഴും മറ്റേ ഫയലിൽ ചെന്നിട്ട് കയറ്റിയിടണം നമ്മുടെ ഫയലിനകത്തോട്ട്, വാട്സോണിൻ്റെ ഫയലിനകത്തോട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു വലിയൊരു എക്സൈറ്റഡ് മൂവ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ഇവൻറ്റിനകത്ത് നമുക്ക് പക്ഷേ ഈ ഇവൻറ്റ് സ്റ്റോറിയിലൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തോ ബൈ ചെയ്യാനൊക്കെ പറ്റും അതിൻ്റെ ആ ഒരു കോയിൻസൊക്കെ വെച്ച്. അതുപോലൊക്കെ തന്നെ നമുക്കൊരു മാച്ച് കളിച്ചാലോ ഗൈസ്. അപ്പോൾ മാച്ചിനകത്ത് എന്താണ് പുതിയതായിട്ട് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. ഈ ലോഡിങ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന തണ്ടർ റോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കാണിച്ചിട്ടുണ്ട്. റീബർത്ത് ഐലൻഡ് ഈ സ്റ്റോമി എന്നൊക്കെ പറഞ്ഞ് ഒരു ഡാർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ ഡാർക്ക് എൻവയോൺമെൻ്റ് ആണ് ഗൈസ്. എൻ്റെ മോനെ, ഇതെന്തുവാടേ ഇത്? അൾട്രാ റിയലിസ്റ്റിക്. എൻ്റെ പൊന്നു, നേരത്തെ ബ്ലറി ഗ്രാഫിക്സ് എല്ലാം പക്കയായപ്പോൾ എൻ്റെ മോനെ ഇപ്പോഴാണ് ആ ഗെയിം നല്ല റിയലായ. പിന്നെ ചെറിയ എന്തോ ഒരു ഫ്രെയിം ഡ്രോപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കളിക്കുമ്പോൾ. എൻ്റെ മോനെ, ഈ ഡാർക്ക് എൻവയോൺമെൻ്റ് ആയിരുന്നു എനിക്ക് വേണ്ടേ. ഞാൻ വിചാരിച്ച് ജസ്റ്റ് മറ്റേ മേഘമൊക്കെ ഡാർക്ക് ആക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഗെയിം ഫുൾ ഡാർക്കാണ് മച്ചാന്മാരെ. നമ്മൾ കുറച്ച് 2 ലോഡൗട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 2 ലോഡൗട്ട് എന്ന് പറയുമ്പോൾ ഒരു SMGയും പിന്നെ നമുക്കൊരു ബാറ്ററി റൈഫിലും കയറ്റിയിട്ടുണ്ട്. പുതിയൊരു ബാറ്ററി റൈഫിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ലോഡൗട്ടിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീൻഷോട്ട്സ് അവസാനം ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ഈ ഗെയിമിലേക്ക് കടക്കുകയാണ്. ഇതാരാണ് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്? പ്രീക്സറോ? ഓക്കെ ഗൈസ്. സ്നൂപ്പ് ഡോഗ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഓ മോനെ, പക്ഷെ ഇത് പെട്ടെന്ന് നമ്മൾ മാപ്പിലേക്ക് കയറുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു ആ ഒരു മാപ്പിലേക്ക് വരുന്നത്. എല്ലാത്തിലും അങ്ങനെയാണോ എന്നറിയത്തില്ല, അതോ ഈ ഇവൻ്റ് മാത്രമാണോ അങ്ങനെയൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ മോനെ, എനിക്ക് ഈ ഒരു കാലാവസ്ഥ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. മഴയും ഉണ്ടായിരുന്നു, ഈ പൊളിച്ചേനെ. എൻ്റെ പൊന്നു, ഇവനൊക്കെ അതും എൻ്റെ അണ്ണാക്കി വന്ന് ഇറങ്ങാൻ വേണ്ടി. ഗൈസ്, ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവം എന്നറിയത്തില്ല. നമുക്ക് നോക്കാം. ഓ ഗൈസ്, ഇതിനകത്ത് തണ്ടർ സ്റ്റോം ഒന്നും കാണുന്നില്ല. എൻ്റെ അമ്മച്ചി, എൻ്റെ ചെവി അടിച്ചു പോയി. എൻ്റെ പൊന്നു, ഇതെന്തോ ഫ്ലാഷും. ഞാൻ സൂപ്പർ ഫ്ലാഷായി ഗൈസ്. മാർവലിലെ ഫ്ലാഷായി, DC ഫ്ലാഷ് ആയിരിക്കുവാണ്. എൻ്റെ മോനെ, നമ്മൾ എന്നാ ഫാസ്റ്റ് ഇത് പണ്ട് നമ്മുടെ PUBGയിലൊരു ഇവൻ്റ് ഇല്ലായിരുന്നു, മറ്റേ സ്പീഡിൽ ഓടാൻ പറ്റുന്ന ഗോഡ്സില്ലയുടെ ആണെന്ന് തോന്നുന്നു. ഗോഡ്സില്ല കോങ്ങിൻ്റെ ആയിരുന്നു ഇവൻ്റ് എന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ, ഇതുകൊണ്ട് ആ മേഘത്തൊക്കെ ഇടിമിന്നൽ അടിക്കുന്നുണ്ടാ. ഈ ഇടിമിന്നൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയോ ടൈപ്പിലെ പെർക്സ് കയറും. ഇവനൊക്കെ ഓടുക, അങ്ങ് ഓടി എവിടെ പോകാൻ മോനെ, എനിക്കവിടെ അത്രേ ഉള്ളൂ. ഇവനൊക്കെ എനിക്ക് പുഷ്പം പോലും. ഗണ്ണെല്ലാം ഇതാവുന്നുണ്ടോ. എൻ്റെ പൊന്നെ, നമുക്ക് ഗണ്ണിന് സ്കിന്നൊന്നും വേണ്ട ഗൈസ്. ഓ ബ്രോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഗെയിം ഭയങ്കര സ്പീഡാണ് ഗൈസ്. മോനെ, ഇത്രയും സ്പീഡായിട്ട് ഈ സ്പീഡിൽ തന്നെ ഫുള്ള് ഗെയിം ഉണ്ടായിരുന്നു. ഈ പൊളിയായിരുന്നു. എന്തുവാടെ പിന്നെ അടിച്ച എനിക്ക് തണ്ടർ സ്റ്റോം ഇതോടുകൂടി അവൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ അടിച്ചു. ഞാൻ വിചാരിച്ച് പോയെന്ന്. തണ്ടർ സ്റ്റോം അടിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ചാവുക ചെയ്യുന്നത്. ഇത് മിന്നൽ മുരളി ആയിരിക്കുവാണ് ഗൈസ്. നമ്മൾ മിന്നൽ മുരളി ആയിരിക്കുവാണ്. നമ്മുടെ ദേഹത്ത് മിന്നലടിച്ച് നമ്മൾ പവറുള്ള ആളായിരിക്കുവാണ്. അവൻ ഏതാ? ഒരു ഫ്ലാങ്ക് കടത്തി അവനെ അങ്ങ് തീർത്തേക്കാം. എൻ്റെ മോനെ, ഇതെന്തോ
അവൻ്റെ അണ്ണാക്കി കയറി കഴിഞ്ഞാൽ അവൻ ഞെട്ട്, സത്യം പറയാലോ. അവനൊന്നും കത്തത്തില്ല. ഞാൻ അവിടെ വന്ന കാര്യം പോലെ അവനറിയത്തില്ല. പേടിച്ച് കളിക്കുവാണ് തോന്നുന്നു ഗൈസ്. ഓ എൻ്റെ പൊന്നോ, അവൻ പാവടെ അവൻ ഞെട്ടിക്കാണും. അവൻ്റെ നെഞ്ചൊക്കെ കലയും കാണും ഈ സ്പീഡിൽ വരുന്ന മനുഷ്യൻ ഏതാന്ന്. ഹാക്കർ എന്നൊക്കെ പറയും. ഈ ഇവൻറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ, ഇതുവരെ ഇടിമിന്നൽ. എൻ്റെ പൊന്നോ, ഇതൊക്കെ എന്ത്, നമുക്കിതൊക്കെ പുഷ്പം പോലൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കുറേ കില്ലെടുത്തായിരുന്നല്ലേ, നമുക്ക് 2 കില്ലേ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ എവിടെ പോയി? ആരും അടിക്കുന്നു മച്ചന്മാരെ, എൻ്റെ പൊന്നോ. ഏതവനെ അടിക്കുന്നു? പിന്നെ ഇത് ആ പോളി. ഓ ഗായ്സ്, ഇനി നമ്മുടെ ഇതെങ്ങനെയാണ് ഇത് ഇതിൽ നമുക്ക് റീസ്പോൺ ഇല്ല. ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മളെ ഇത് ചെയ്യുക. ഇത് പുതിയ ആനിമേഷൻ, റീബർത്തിലെ ആനിമേഷൻ. പോളി ഗൈസ്. പുതിയ ജയിലറയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ് ആണ്. നേരത്തെ ജയിലറ അത്ര ഒരു രസമില്ലായിരുന്നു. ഇത് പിന്നെ ഒരു ഇതുണ്ട്. എൻ്റെ പൊന്നോ, ഇത് എവിടാന്ന് വെച്ചാൽ എങ്ങനെ ഇത് അടിക്കണ്ടേ? ആദ്യമായിട്ട് കളിക്കുന്നതായതുകൊണ്ട് ഒന്നും കത്തുന്നില്ല. അവൻ്റെ അവസ്ഥ ഇത് തന്നെ. അത്രേ ഉള്ളൂ. നമ്മൾ ജയിക്കാത്ത പ്രിസണാ. നമ്മളങ്ങനെ തോറ്റ ചരിത്രമൊന്നുമില്ല പ്രിസണിൽ. നമ്മുടെ ടീമിനെ ആരും അടിച്ചല്ലോ. ഞാൻ വരുന്നുണ്ട് മക്കളെ, ചാച്ചൻ വരുന്നുണ്ടാ. ഞാനിവിടെ എത്തി. ആ ഇടിമിന്നലൊന്നും അടിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയേനെ. മിന്നൽ മുരളി പിന്നെ ആവായിരുന്നു. ഓ എൻ്റെ മോനെ, പറഞ്ഞ് തീർന്നില്ല. എനിക്കങ്ങ് കൊണ്ടു തരുക ഇടിമിന്നലൊക്കെ. ഞാൻ പോകുന്ന വഴിക്കല്ല ഇടിമിന്നല. സ്പീഡ് കണ്ടോ? ഇത് നോർമൽ സ്പീഡാണോ അതോ ഈ ഗണ്ണ്? ഓ ബ്രോ, പിന്നെ കിട്ടി. എൻ്റെ പൊന്നോ, ഫ്ലാഷ്. ഓ ഇതിനകത്ത് എന്തൊക്കെയാ മാറ്റങ്ങൾ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഫ്ലാഷായിട്ട് പോയി നമുക്ക് ഈ കളി നമുക്ക് വിക്ടറി അടിക്കാൻ പറ്റുമോ മച്ചന്മാരെ? നിങ്ങൾ പറയൂ, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടും. ഇത് വിക്ടറി അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കളി തന്നെ വിക്ടറി അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു വേറെ ലെവൽ. ഇത് മിക്കവാറും വിക്ടറിയും കോപ്പൊന്നും അടിക്കുമെന്ന് എനിക്ക്. അത്രേ ഉള്ളൂ. നമ്മളെ മോഞ്ചി ഗൈസ്. ഓ ടീമേറ്റ് വിഷയം വട തീർക്ക വരുന്നടാ. അത്രേ ഉള്ളൂ സ്നൂപ് ഡോഗ്. ശരി എന്നാ മോന സർപ്രൈസ്. സോറി ഗൈസ്. വാവ്, ഐ ലൈക്ക് ദാറ്റ്. നമ്മളെന്തോ ഈ മിന്നലോ ആ റൂമിനകത്ത് ഫുള്ള് മറ്റേ ഇത് ചെയ്യുന്നു, മറ്റേ ഡിസ്കോ ലൈറ്റൊക്കെ അടിച്ചു. ഓ ബ്രോ, ഇവനൊക്കെ എന്ത് ധൈര്യം കൊണ്ട് ഇങ്ങനെ കയറി വരുന്നത്? ഓ ഗൈസ്, എനിക്ക് ഇടിമിന്നൽ വേണം. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയും. യുവമാരെല്ലാം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇറങ്ങാം. അതുകൊണ്ട് അവന് ഇടിമിന്നലുണ്ട്. ആരും ഇവിടെ ഉണ്ട് ഗൈസ്. അവനെയും കൂടി തീർത്തിട്ട് വരാം. എടാ റൂമിനകത്തിട്ടു കൂട്ടപ്പണ്ണ് വണ്ണിയെന്ന് തോന്നുന്നു. എന്നെ കൂടി വിളിയടാ, ഞാനുണ്ട്. കക്കൂസിനകത്തിട്ട അവനെ ആ കക്കൂസിലെ വെള്ളം കുടിപ്പിച്ചല്ലോടാ. എൻ്റെ പൊന്നടാ. എടാ ജസ്റ്റ് വിസ് ആ ഇടിമിന്നലൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ. ഇറങ്ങിയ സമയത്ത് തന്നെ ഇടിമിന്നൽ അടിച്ചു. പക്ഷേ നമുക്ക് ഇടയ്ക്ക് കുറച്ചൊരു ലൈറ്റ് കയറുന്നുണ്ട്. ആ ഒരു ഡാർക്ക് എഫക്റ്റ് മാറുന്ന പോലൊക്കെ തോന്നിയതായിരിക്കും ഗൈസ്. ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് അടിച്ചു. നോ പ്രോബ്ലം ഗൈസ്. ഈ മോഡ് എനിക്ക് കുറച്ച് ഫ്രെയിം ഡ്രോപ്പ് അടിച്ചാലും കുഴപ്പമില്ല. ഓ ബ്രോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇവൻ്റ് ഇൻ മൊബൈൽ ഇൻഡസ്ട്രി. സത്യം പറയാമല്ലോ, ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇവൻ്റൊന്നും നമ്മുടെ പബ്ജിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് കേസ്. നമ്മൾ അങ്ങനെ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അതൊക്കെ കളിച്ച് തന്നെയാണല്ലോ ഇവിടം വരെ എത്തിയത്. ഓക്കെ, ആർക്കാടാ എന്നെ അടിക്കണ്ടേ? ഇവിടെ നിന്നൊന്ന് പോയേക്കാം. വേണ്ട, അവന്മാരുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ജീവനോടെ ഇരിക്കും. എന്തോ സൂര്യനൊന്നും വേണ്ട ഇതിനകത്ത്. അതുകൊണ്ട് ഗ്രൂട്ടൊക്കെ കിടക്കുന്നു. മറ്റേ പിന്നെയും കിട്ടി. ചാടി എൻ്റെ അണ്ണാക്കിലോട്ടാ ഇതടിച്ച് പൊളി സാധനം. ചെറിയ ഫ്രെയിം ഡ്രോപ്പൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. ആദ്യത്തെ ഗെയിം ആയതുകൊണ്ടായിരിക്കണം. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ബാടാ, ആർക്കടാ എന്നെ അടിക്കണ്ടേ?
എവിടാടാ? ഇവനല്ലയോ മറ്റേ അവിടെ? ആ ആ ഇവൻ തന്നെ. അതന്നെ ഇവൻ വിഷയം കളിയാ കേട്ടോ സ്നൂപ്പ് ഡോഗ്. ഇവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് മാത്രം വെച്ച് നമുക്ക് കളിക്കാം ഗൈസ്. എനിക്ക് ആ ഒരു ലൈറ്റിങ്, ആ സ്റ്റോമിൻ്റെ ആ ഒരു എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഫയർ ബൂസ്റ്റ് എൻ്റെ പൊന്നെ. പിന്നെ ഫസ്റ്റ് ഇതെന്തൊക്കെയോ പേർക്ക് കയറുന്നുണ്ട് നമുക്ക്. മാപ്പിനകത്ത് എവിടൊക്കെ എനിമിന്നും എല്ലാം കാണാൻ പറ്റും. വീഴൂ വീഴൂ വീഴൂ. ഇല്ല, വീണില്ല. ഓക്കെ, ലാസ്റ്റ് ആളാണോ? യെസ് ഗൈസ്. അല്ല ലാസ്റ്റ് ആൾ ആണ് ഗൈസ്. ലാസ്റ്റ് ആളാണ്. ഇത് നമ്മുടെ വിജയം. പിന്നെയും കിട്ടി. നമുക്ക് റീലോഡൊന്നും ചെയ്യേണ്ട മച്ചന്മാരെ. ഈ ലൈറ്റ് സ്റ്റോം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീലോഡ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇൻഫിനിറ്റായിട്ട് ആ ഒരു ഇത് തന്നെ ഇരിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി റീലോഡ് ആയിക്കോളും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീർന്നു. യെസ് ഗൈസ്, ഫസ്റ്റ് ഗെയിം പ്ലേ 120 FOVയിൽ നമ്മുടെ ഒഫീഷ്യലായിട്ട് 120 FOVയിൽ ഫസ്റ്റ് ഗെയിം പ്ലേ തന്നെ നമ്മൾ അങ്ങനെ വിക്ടറി അടിച്ചിരിക്കുകയാണ്. അതും പുതിയ ഇവൻറ്റിൽ. ബ്രോ, ഐ എം ഗോഡ് ഗൈസ് എന്നൊക്കെ പറയാം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആരും അങ്ങനെ കയറിയില്ല. ആർക്കും അങ്ങനെ അറിയത്തില്ല ഇത് വന്നെന്നുള്ള കാര്യം. അതാ സത്യമുള്ള കാര്യം. അപ്പം ബൈ ബൈ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിനിയും തുടർന്ന് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും, ഗെയിം പ്ലേ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇനി ഇവൻറ്റിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ ഗൈസ്.